ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലീസ് വൈഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് ഫ്രൈ ആണ്. അതിന് വേണ്ടി നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഒണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെടുത്ത് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഇത്രയും വെച്ചിട്ട് നമുക്ക് അടിപൊളി വളരെ സ്വാദിഷ്ടമായ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? വായോ എല്ലാവരും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഗരം മസാലപ്പൊടിയും പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയും എണ്ണയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കുകയാണ്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല, പച്ചമണം മാറുന്ന വരെ നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. നമ്മളെടുത്ത് ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ബീഫിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് നമുക്കിത് മാക്സിമം ഒരു 5-6 വിസിലാകുമ്പോഴത്തേനും നമ്മുടെ ബീഫ് ഏകദേശം റെഡിയാകും. അപ്പോൾ നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും സവാളയും ചുവന്നുള്ളിയും പച്ചമുളകെല്ലാം മുപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ കളറ് മാറുന്ന വരെ ഏകദേശം നമ്മളൊന്ന് വരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാളയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് അത് നന്നായിട്ട് വരണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്താൽ മതി. ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് എണ്ണയും ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് ചൂടാക്കി എടുത്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂട് വാറുന്ന ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം.